രക്ഷയിലേക്ക് നയിക്കുന്ന വിശ്വാസം. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയായി ചില കാര്യങ്ങൾ കൂടെ ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 3-ാം അധ്യായം 25-ാമത്തെ വാക്യം. വിശ്വസിക്കുന്നവർക്ക് തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമായി തീരുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. റോമാലേഖനം എഴുതപ്പെട്ടത് വേദപണ്ഡിതരുടെ കണക്കനുസരിച്ച്, അവരുടെ ഊഹമനുസരിച്ച് AD 57-58 കാലഘട്ടത്തിൽ എഴുതപ്പെട്ടു എന്നാണ് കരുതുന്നത്. എന്നുവെച്ചാൽ ക്രിസ്തു സംഭവങ്ങൾ നിറവേറ്റപ്പെടുന്നതിന് ശേഷം ഏകദേശം 28 വർഷങ്ങൾക്ക് ശേഷമാണ് റോമാലേഖനം വിരചിതമായി തീർന്നിരിക്കുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല, ക്രിസ്തുവിൻ്റെ രക്തം, രക്ഷയ്ക്ക് മതിയാക്കുന്നതായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ രക്തം, അത് ഇന്നും സജീവമാണ്. ഒരു ക്രിസ്തു വിശ്വാസിയുടെ രക്ഷയെ സംബന്ധിച്ച് 3 വിധത്തിലാണ്, 3 കാലങ്ങളിലാണ് അത് വിശദീകരിക്കുക. രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. ഞാനിത് ഈ പ്രോസസ്സ് വിപരീത ക്രമത്തിൽ പറഞ്ഞതല്ല. രക്ഷിക്കപ്പെട്ടു എന്നത് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ സംഭവിക്കുന്നതായിരിക്കുന്ന അവസ്ഥയാണ്. രക്ഷിക്കപ്പെട്ടുകൊണ്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അനുദിന ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിച്ച് ലോകത്തിൻ്റെയും പിശാചിൻ്റെയും പ്രലോഭനങ്ങളെ മറികടന്നുകൊണ്ട് അവയിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ തക്കവണ്ണം ക്രിസ്തുവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന അവസ്ഥയാണ്. രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനോട് അനുബന്ധമായി പാപലോകത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടതായിരിക്കുന്ന വിശ്വാസിയുടെ തേജസ്കരണത്തിൻ്റെ അവസ്ഥയാണ്. രക്ഷയുടെ ഈ 3 കാലങ്ങളിലും നമ്മെ വിജയത്തിലേക്ക് നടത്തുന്നത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. കാരണം യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടമാണ്, രക്ഷിത ഗണമാണ് ഈ സഭ എന്ന് പറയുന്നത്. വിശ്വാസികളുടെ പിതാവായി ബൈബിൾ വിശദീകരിക്കുന്നത് പഴയ നിയമ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അബ്രഹാമിനെ കുറിച്ചാണ്. റോമാലേഖനം 4:3 പറയുന്നു, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. കുറവുകളും പാളിച്ചകളും ധാരാളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും വിശ്വാസത്തിൻ്റെ വിശ്വപ്രസിദ്ധമായിരിക്കുന്ന മാതൃകയാണ് അബ്രഹാം പിതാവ്. ഏകമകനെ ബലിയർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ മറുത്തൊരു വാക്കുകൂടാതെ അതിന് തയ്യാറായവനാണ് അബ്രഹാം. കാണിപ്പാനിരുന്ന ദേശത്തേക്ക് ദൈവത്തിൻ്റെ വാക്കിനെ വിശ്വസിച്ച് മാത്രം ഇറങ്ങിത്തിരിച്ചവനാണ് അബ്രഹാം. അബ്രഹാമിൻ്റെ സ്വത്തിൽ അവിഹിതമായിരിക്കുന്ന യാതൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള അബ്രഹാമിനെക്കുറിച്ച് അബ്രഹാമ്യ പാരമ്പര്യത്തിൽ പുകഴുന്നതായിരിക്കുന്ന യഹൂദന്മാരോട് കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 56-ാമത്തെ വാക്യം. അബ്രഹാം എൻ്റെ ദിവസം കാണും എന്നതുകൊണ്ട് വിശ്വസിച്ചു, അവൻ അത് കണ്ടുമിരിക്കുന്നു. ഈ സംഭവം നടക്കുമ്പോൾ ക്രിസ്തു സംഭവത്തിലെ മുഴുവൻ സംഭവഗതികളും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല, മുഴുവനും സംഭവിച്ചു കഴിഞ്ഞിട്ടില്ല. എന്നാൽ അബ്രഹാം അത് വിശ്വാസത്തിൽ കണ്ടു സന്തോഷിച്ചുമിരിക്കുന്നു എന്നാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്. അബ്രഹാം മാത്രമല്ല, ആ കാലഘട്ടത്തിന് മുൻപ് ജീവിച്ചിരുന്നതായിരിക്കുന്ന വിശ്വാസവീരന്മാരായിരിക്കുന്ന എല്ലാ വിശ്വാസികളും അപ്രകാരം തന്നെയാണ് രക്ഷയുടെ ഈ ഭാവത്തെ കണ്ട് സന്തോഷിച്ചത് അവരുടെ ഐഹിക ജീവിത കാലത്ത്. രക്ഷ എന്നത് ക്രൂശിതനായി അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവൻ്റെ വാഗ്ദത്തമാണ്. കാരണം അവനാണ് സ്വന്തം രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. റോമാലേഖനം 8:1. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഈ സാക്ഷ്യം നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കണം. അപ്പോൾ നാം അനാഥരും ശിക്ഷിക്കപ്പെട്ടവരുമല്ല, മറിച്ച് സ്വതന്ത്രരും സനാഥരും ആകും. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ജോയ് EV.